കാനഡയുടെ 24ാമത് പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി അധികാരമേറ്റു. ഒട്ടാവയിലെ റീഡോ ഹാളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ജസ്റ്റിൻ ട്രൂഡോ ഔദ്യോഗികമായി രാജിവെച്ചതിന് പിന്നാലെയാണ് സത്യപ്രതിജ്ഞ. ഇന്ത്യൻ വംശജരായ കമൽ രേഖയും അനിത ആനന്ദും മന്ത്രിസഭയിലുണ്ട്. ഉടൻ തന്നെ കർമ്മനിരതനാകുമെന്ന് മാർക്ക് കാർണി അറിയിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു. ഐസൺ, കാനഡയുടെ 24ാമത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് ഇപ്പോൾ മാർക്ക് കാർണി അധികാരമേൽക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ഈ അടുത്ത ദിവസമാണ് ലിബറൽ പാർട്ടിയുടെ നേതാവായി അല്ലെങ്കിൽ പ്രധാനമന്ത്രി നിയുക്ത പ്രധാനമന്ത്രിയായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. ജസ്റ്റിൻ ട്രൂഡോ ഇന്ന് രാവിലെ രാജിവെച്ചതിന് പിന്നാലെയാണ്, അല്ലെങ്കിൽ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ അധികാരം ഏറ്റെടുത്തത്. നമുക്കറിയാവുന്നതാണ്, അവിടുത്തെ സ്വയറിംഗ് ഇൻ സെറിമണി അല്പസമയം മുമ്പാണ് ഈ അധികാരമേൽക്കുന്ന അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് നടന്നത്. മാർക്ക് കാർണിയോടൊപ്പം തന്നെ കുറച്ച് ക്യാബിനറ്റ് മന്ത്രിമാരും സ്ഥാനമേറ്റിട്ടുണ്ട്. അതിൽ കമൽ ഖേര എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പിൻ്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയും അതുപോലെ തന്നെ അനിത ആനന്ദ് പറയുന്ന ഇന്നൊവേഷൻ രംഗത്തെ കാര്യങ്ങൾ നോക്കുന്ന മന്ത്രിയും ഭാരതീയ വംശജരാണ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ക്യാബിനറ്റിനും അതുപോലെ തന്നെ കുറച്ച് സഹമന്ത്രിമാരുടെയും പേരുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാർക്ക് കാർണി, ഡൊമിനിക് ലീബ്ലാങ്ക്, മെലിനി ജോളി, അത്തരത്തിൽ വന്നവരും പിന്നീട് ക്രിസ്റ്റ്യ ഫ്രീലാൻഡ്, നേരത്തെ ധനകാര്യമന്ത്രിയായിരുന്നു. ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഈ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകിയത് ക്രിസ്റ്റ്യ ഫ്രീലാൻഡിൻ്റെ രാജിയെ തുടർന്നാണ്. അവർ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ചുമതലയും ട്രാൻസ്പോർട്ടും ആഭ്യന്തര വാണിജ്യത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള ഒരു മന്ത്രിയുടെ പദവിയിലേക്കാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുറച്ച് മന്ത്രിമാരുടെ കൂടി സത്യപ്രതിജ്ഞയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. തുടർ സത്യപ്രതിജ്ഞകളും സഹമന്ത്രിമാർക്ക് സമാനമായ പദവിയിലുള്ള മന്ത്രിമാരുടെ അല്ലെങ്കിൽ ചുമതലയുള്ളവരുടെ എല്ലാം തന്നെ സത്യപ്രതിജ്ഞയും അല്പസമയത്തിനകം നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് 86% വോട്ട് നേടിയത്. ലിബറൽ പാർട്ടിയിലെ 86% വോട്ട് നേടി മാർക്ക് കാർണി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്. ഇനി ഒക്ടോബറിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുണ്ട്. ജനകീയ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ നയിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്ന് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ പുതിയ പ്രധാനമന്ത്രി കാനഡയിൽ അധികാരമേറ്റിരിക്കുന്നു. ജസ്റ്റിൻ ട്രൂഡോയുടെ ജനസമ്മതി കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുന്നു. ആ രാജിവെച്ചതിന് ശേഷം ഇപ്പോൾ പുതിയൊരു പ്രധാനമന്ത്രി അധികാരമേറ്റിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇന്ന് ലോകത്തോട് പറയാനുള്ളത്. കാനഡയുടെ 24ാമത് പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി അധികാരമേറ്റു. അതിൻ്റെ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. Nous sommes très ciblés. On a d'action. Oh, sorry. C'est à cause de lui. Our message, we're very focused government. Focus on action. We're going to get work. Straight to work. Top priority, sir. Top priority. Nous sommes ciblés. On met l'action à partir de maintenant. Et il faut faire la cérémonie et quelques remarques après.